all, welcome to X and Y Class 7 CBSE YouTube channel. അപ്പോൾ നമ്മൾ ഹീറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ കുറച്ച് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ 5th ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം അല്ലേ. സ്റ്റേറ്റ് സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് ബിറ്റ്വീൻ ദ ലബോറട്ടറി തെർമോമീറ്റർ ആൻഡ് ക്ലിനിക്കൽ തെർമോമീറ്റർ. അതായത് ക്ലിനിക്കൽ തെർമോമീറ്ററിൻ്റെയും അതേപോലെ തന്നെ ലബോറട്ടറി തെർമോമീറ്ററിൻ്റെയും സിമിലാരിറ്റീസും ഡിസിമിലാരിറ്റീസും അല്ലെങ്കിൽ ഡിഫറൻസസും നമ്മളോട് സ്റ്റേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ റൈറ്റ് ഇനി 2 പ്രിക്കോഷൻസ് ടു ബി ഒബ്സർവ്ഡ് വൈൽ റീഡിങ് എ ക്ലിനിക്കൽ തെർമോമീറ്റർ. ഒരു ക്ലിനിക്കൽ തെർമോമീറ്റർ നമ്മൾ റീഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻസ് അല്ലെങ്കിൽ 2 പ്രിക്കോഷൻസ് എടുക്കുന്നത് ഏതൊക്കെയാണെന്ന് നമ്മളോട് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. വൈ ഈസ് suggested not to hold the thermometer by its bulb while reading it. അതായത് നമ്മൾ എന്തുകൊണ്ടാണ് നമ്മളുടെ ബൾബ് നമ്മൾ ടച്ച് ചെയ്യരുതെന്ന് പറയുന്നത്. നമ്മൾ ക്ലിനിക്കൽ തെർമോമീറ്ററിൽ നമ്മൾ അതിൻ്റെ ബൾബ് വെച്ചിട്ട് നമ്മൾ റീഡ് ചെയ്യരുത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ അത് ഹോൾഡ് ചെയ്യരുതെന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ക്വസ്റ്റ്യൻസ് നോക്കാം അല്ലേ. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, സിമിലാരിറ്റീസ് എന്തൊക്കെയാണ്, ഡിഫറൻസ് എന്തൊക്കെയാണ് നോക്കാം അല്ലേ. നമുക്ക് നോക്കാം. ലബോറട്ടറി തെർമോമീറ്റേഴ്സ് എന്താണ്, നമ്മൾ സെർട്ടൺ ലിക്വിഡ്സിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യണതാണ് എന്ത്, ലബോറട്ടറി തെർമോമീറ്റർ അല്ലേ. ലബോറട്ടറി തെർമോമീറ്റർ എന്ന് പറയുന്നത് എന്താണ്, സെർട്ടൺ ലിക്വിഡ്സിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ അല്ലെങ്കിൽ അൺനോൺ ലിക്വിഡ്സിൻ്റെ അൺനോൺ ആയിട്ടുള്ള നമുക്ക് ലിക്വിഡ്സിൻ്റെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാനും വേണ്ടിയിട്ടാണ് അല്ലേ. ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാൻ അല്ലെങ്കിൽ മെഷർ ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ലബോറട്ടറി തെർമോമീറ്റർ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ്, നമുക്ക് ഓൺ ദ അതർ സൈഡ് നമുക്ക് ക്ലിനിക്കൽ തെർമോമീറ്റർ ഉണ്ട് അല്ലേ. ക്ലിനിക്കൽ തെർമോമീറ്റർ ഉണ്ട്. അതെന്തിനാണ് നമ്മൾ ഇറ്റ് യൂസസ് ഫോർ മെഷറിങ് ബോഡി ടെമ്പറേച്ചർ അല്ലേ. നമ്മളുടെ ഹ്യൂമൻ ബോഡീൻ്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ബോഡി ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലിനിക്കൽ തെർമോമീറ്റർ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇത് രണ്ടും എന്താണ്, ഇതിൻ്റെ സിമിലാരിറ്റീസ് എന്താണ്, ഇതിൽ രണ്ടും എന്തുണ്ട്, ദേ ആർ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന ഡിവൈസസുകളാണ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് അല്ലേ. ടെമ്പറേച്ചർ മെഷർമെൻ്റ് ആണെന്ത്, രണ്ടിലും ടെമ്പറേച്ചർ മെഷർ ചെയ്യും, രണ്ടും ടെമ്പറേച്ചർ മെഷർ ചെയ്യും. ദാറ്റ്സ് ദ സിമിലാരിറ്റി അല്ലേ. ടെമ്പറേച്ചർ മെഷർ ചെയ്യും. ഇനി ക്ലിനിക്കൽ തെർമോമീറ്ററിലും അതേപോലെ തന്നെ സെർട്ടൻ ഫ്യൂ ആയിട്ടുള്ള ലബോറട്ടറി തെർമോമീറ്റേഴ്സിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, മെർക്കുറി നമുക്ക് കാണാൻ പറ്റും. മെർക്കുറി എന്ത് ചെയ്യും, അവരുടെ ബൾബിലുണ്ടാവും മെർക്കുറി. ഇവിടെയും ഒരു ഓൺലി ഫ്യൂ ആണ്. എല്ലാ ലബോറട്ടറി തെർമോമീറ്റേഴ്സിലും നമ്മൾ മെർക്കുറി യൂസ് ചെയ്യില്ല. ഫ്യൂ തെർമോമീറ്റേഴ്സിൽ നമുക്ക് മെർക്കുറി കാണാം. പക്ഷേ നമുക്ക് ക്ലിനിക്കൽ തെർമോമീറ്റേഴ്സിൽ നമുക്ക് മാനുവലി നമ്മൾ നോക്കുന്ന, അതായത് മാനുവലി നമ്മൾ നോക്കുന്ന, ഇപ്പോൾ ഡിജിറ്റൽ ഒന്നല്ല, നമ്മൾ മാനുവലി നമുക്ക് നോക്കുന്ന തെർമോമീറ്റേഴ്സിലെ ഒക്കെ നമുക്ക് എന്ത് കാണാൻ പറ്റും, നമുക്ക് മെർക്കുറി കാണാൻ പറ്റും. ഡിജിറ്റൽ നമുക്ക് സെർട്ടൺ ടൈപ്പ് നമുക്ക് പുതിയതായിട്ടുള്ള ടെക്നോളജീസ് യൂസ് ചെയ്ത് വരുന്നതിൽ നമുക്ക് മെർക്കുറി കാണാൻ പറ്റില്ല. പക്ഷേ എന്നാലും നമുക്ക് പറയാം ഇതിൽ കോമൺ ആയിട്ട് എന്തുണ്ട്, മെർക്കുറി ഉണ്ട്. ക്ലിനിക്കൽ തെർമോമീറ്ററിൽ മെർക്കുറി ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ എന്താണ്, സെർട്ടൺ ഫ്യൂ ലബോറട്ടറി തെർമോമീറ്റേഴ്സിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, നമുക്ക് മെർക്കുറി കാണാൻ പറ്റും. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിഫറൻസ് നമ്മൾ പറഞ്ഞു അല്ലേ. ഇത് ബോഡി ടെമ്പറേച്ചർ ആണ്, ഇത് അൺനോൺ ലിക്വിഡിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ എന്താണ്, ഇവിടെ ഇറ്റ് റേഞ്ചസ് ഇൻ ബിറ്റ്വീൻ -10 ഡിഗ്രി സെൽഷ്യസ് ടു 110 ഡിഗ്രി സെൽഷ്യസ്. അതായത് -10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 110 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് എന്ത്, ഇതിൻ്റെ റേഞ്ച് വരുന്നത്. പക്ഷേ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താണ്, ഇറ്റ്സ് നാരോ റേഞ്ച് ആണ് അല്ലേ. നാരോ റേഞ്ച് ആണ്. 35 ഡിഗ്രി സെൽഷ്യസ് ടു 42 ഡിഗ്രി സെൽഷ്യസ് ആണ്. 35 ഡിഗ്രി സെൽഷ്യസ് ടു 45 ഡിഗ്രി സെൽഷ്യസ് ആണെന്ത് നമ്മളുടെ ഇവിടുത്തെ ഒരു റേഞ്ച് വരുന്നത് അല്ലേ. 35 ഡിഗ്രി സെൽഷ്യസ് മുതൽ 42 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് നമുക്ക് ഇതിൻ്റെ റേഞ്ച് വരുന്നത് അല്ലേ, ടെമ്പറേച്ചർ മെഷർമെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ എന്തുണ്ട്, ഇവിടെ കിങ്ക് എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് ഉണ്ട് അല്ലേ. കിങ്ക് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്, നമുക്ക് ബൾബിൻ്റെ മുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ എന്തില്ല,
ഇവിടെ നമുക്ക് കിങ് കാണാൻ പറ്റില്ല. കിങ്ങിന് പകരമായിട്ട് എന്തുണ്ട് അവിടെ സെർട്ടൻ, അതായത് അതെന്താണ് ബാക്ക് ഫ്ലോ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെർട്ടൻ സെറ്റപ്പ് കിങ്ങിനെ പോലെ തന്നെ ഉള്ള സെറ്റപ്പ് എന്തുണ്ട് നമ്മൾക്ക് ക്ലിനിക്കൽ തെർമോമീറ്ററിൽ നമുക്ക് കാണാൻ പറ്റും. കിങ് എന്തില്ല ഇവിടെ ഇല്ല, ഇവിടെ കിങ് നമുക്ക് കാണാൻ പറ്റും. ഇതിൽ രണ്ടിൽ എന്തുണ്ട് നമുക്ക് ക്ലിനിക്കൽ നോർമലായിട്ടുള്ള ക്ലിനിക്കൽ തെർമോമീറ്ററിലും അതേപോലെ തന്നെ നമുക്ക് ലബോറട്ടറി തെർമോമീറ്ററിലും എമൗണ്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും, മെർക്കുറി കാണാൻ പറ്റും. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ഇനി 2 പ്രിക്കോഷൻസ് ടു ബി ഒബ്സർവ്ഡ് വൈൽ റീഡിങ് എ ക്ലിനിക്കൽ തെർമോമീറ്റർ. അതായത് ഒരു ക്ലിനിക്കൽ തെർമോമീറ്റർ നമ്മൾ റീഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരാളുടെ ബോഡിയിൽ വെച്ചു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ മൗത്തിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ റീഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് റീഡ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് റീഡ് ചെയ്യേണ്ടത്, നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കണം അല്ലേ. നമ്മൾ റീഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഐ സൈറ്റ്, ഐ എവിടെയാണോ നമ്മൾ ഐ ഇവിടെ ആണെങ്കിൽ ഐ സൈറ്റിന് നേരെ എന്ത് വെക്കണം, നമ്മളുടെ ക്ലിനിക്കൽ തെർമോമീറ്റർ നമ്മൾ വെക്കണം. ക്ലിനിക്കൽ തെർമോമീറ്റർ നമ്മൾ ഐ സൈറ്റിന് ക്ലിയർ ആയിട്ട് വെച്ചാൽ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള റീഡിങ് കിട്ടുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മൾ പ്രിക്കോഷൻസിൽ നമുക്ക് പറയാൻ പറ്റുന്ന വേറൊരു പ്രിക്കോഷനാണ് എന്ത്, നമ്മൾ ഡു നോട്ട് ടച്ച് ദ ക്ലിനിക്കൽ തെർമോമീറ്റർ വിത്ത് ഇറ്റ്സ് ബൾബ്. അതായത് ആ ബൾബ് ഹോൾഡ് ചെയ്തിട്ട് നമ്മൾ വെക്കരുത്. ബൾബ് കൊണ്ടല്ല ഹോൾഡ് ചെയ്യേണ്ടത്, നമ്മൾ അതർ സൈഡാണ് എന്ത് നമ്മൾ വെക്കേണ്ടത്. എന്നാലേ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള റീഡിങ് കിട്ടുള്ളൂ. കാരണം എന്താണ്, ബൾബിൽ നമുക്കറിയാം എന്താണ്, അതിൻ്റെ ബൾബിൽ എന്തുണ്ട്, ബൾബ് കണ്ടെയ്ൻസ് മെർക്കുറി. മെർക്കുറി എന്ന് പറയുന്ന ലിക്വിഡ് ആയിട്ടുള്ള ഒരു മെറ്റൽ ഉണ്ട് അല്ലേ. മെർക്കുറി എന്ന് പറയുന്ന ലിക്വിഡ് ആയിട്ടുള്ള ഒരു മെറ്റൽ എന്തുണ്ട് അതിനകത്തുണ്ട്. ഇറ്റ് എക്സ്പാൻസ് യൂണിഫോംലി. നമുക്കറിയാം മെർക്കുറി എക്സ്പാൻസ് യൂണിഫോംലി. ഹീറ്റുമായിട്ട് നോക്കുമ്പം എക്സ്പാൻഡ് ചെയ്യും, യൂണിഫോം ആയിട്ട് എന്ത് ചെയ്യും, അത് എക്സ്പാൻഡ് ചെയ്യും. കാരണം ഇറ്റ്സ് എ മെറ്റൽ. മെർക്കുറി എന്താണ്, ഒരു മെറ്റൽ ആയതുകൊണ്ട് തന്നെ ഇറ്റ് എക്സ്പാൻഡ് യൂണിഫോംലി. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ആ ബൾബ് ടച്ച് ചെയ്യുമ്പോൾ നമ്മളുടെ ടെമ്പറേച്ചർ ആയിരിക്കും അത് മെഷർമെൻറ്റിൽ കാണിക്കുക. അപ്പോൾ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ബൾബ് വെച്ചിട്ട് ഹോൾഡ് ചെയ്തിട്ട് റീഡ് ചെയ്യരുത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ആ റീഡിങ് അക്യുറേറ്റ് ആയിട്ട് കിട്ടില്ല. റീഡിങ് ഇൻഅക്യുറേറ്റ് ആയിട്ടുള്ള നമ്മളുടെ ബോഡി ടെമ്പറേച്ചർ ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, ഇനി നമ്മൾ why is it suggested not to hold the thermometer by its bulb while reading it. അതായത് നമ്മൾ റീഡ് ചെയ്യുമ്പം എന്തുകൊണ്ടാണ് ബൾബ് ടച്ച് ചെയ്യരുതെന്ന് പറയുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ്, ബൾബ് കണ്ടെയ്ൻസ് മെർക്കുറി, ദാറ്റ്സ് എ ലിക്വിഡ് മെറ്റൽ. ലിക്വിഡ് ആയിട്ടുള്ള ഒരു മെറ്റലാണ്. അത് എക്സ്പാൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, യൂണിഫോം ആയിട്ടാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്. യൂണിഫോം ആയിട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പം എന്ത് സംഭവിക്കും, നമ്മളുടെ റീഡിങ് അല്ലെങ്കിൽ മെഷർമെൻറ്റ് എന്ത് സംഭവിക്കും, ഇൻഅക്യുറേറ്റ് അല്ലെങ്കിൽ നമുക്ക് പ്രിസൈസ്ഡ് ആയിട്ടുള്ളൊരു വാല്യൂ അല്ലെങ്കിൽ ഈ അക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടില്ല കേട്ടോ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അത് ഹോൾഡ് ചെയ്യാണ്ടാണ് എന്ത് ചെയ്യേണ്ടത്, റീഡ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ അതർ സൈഡ് ഹോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ റീഡ് ചെയ്യേണ്ടത്. എന്നാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, നമുക്ക് അക്യുറേറ്റ് ആയിട്ടുള്ള മെഷർമെൻറ്റ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രിക്കോഷൻസും എടുക്കേണ്ടത്. അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ബൾബ് ടച്ച് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ ബൾബ് ടച്ച് ചെയ്യരുത് നമ്മൾ റീഡ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞ് അതാണെന്ത് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പം നമ്മൾ ഹീറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലുള്ള പ്രീവിയസ് ഇയറിൽ അതേപോലെ തന്നെ നമ്മൾ റെഗുലറായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കുറേ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തത്. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ താങ്ക് യു ആൾ.